നമ്മളിൽ ഒരുപാട് പേർക്ക് സംസാരിക്കുന്ന രീതിയിൽ ഒരുപാട് പാളിച്ചകൾ വരുന്നുണ്ട്. അതായത് ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, നമ്മുടെ മനസ്സിലുള്ളത് വെളിയിൽ നല്ല രീതിയിൽ എടുത്തു പറയുക എന്നുള്ളതിൽ ഒരുപാട് പേർക്ക് പ്രോബ്ലങ്ങളുണ്ട്. ചിലർക്ക് മനസ്സിൽ ഒരുപാട് ഐഡിയാസ് ഉണ്ട്, അത് വെളി എക്സ്പ്രസ് ചെയ്യാൻ വയ്യാത്ത ഒരു ബുദ്ധിമുട്ട്. തൊണ്ട വരെ വരും, നാക്ക് വരെ വരും, പക്ഷേ വെളി വരുന്നില്ല. സംസാരിക്കേണ്ട ഇടത്ത് നമ്മൾ സംസാരിച്ചേ പറ്റൂ. സംസാരിക്കാതെ ഇരിക്കുന്നത് തെറ്റാണ്. ചിലരുണ്ട് സദാ സർവകാലവും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, വളവളന്ന് എന്തതിനെക്കുറിച്ചെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കും. അതും അത്ര നല്ല സ്വഭാവമല്ല. അപ്പം എവിടെ സംസാരിക്കണോ അവിടെ സംസാരിക്കണം, എവിടെ സൈലൻ്റായിട്ടിരിക്കണോ അവിടെ സൈലൻ്റായിട്ടിരിക്കണം. അതൊരു നല്ല ഒരു സ്വഭാവമാണ്. അത് ഒരുപാട് പേർക്ക് കുറവായിട്ടാണ് ഞാൻ കാണുന്നത്. അതുമാത്രമല്ല, ഈ സ്റ്റേജ് ഫിയർ, ഈ പബ്ലിക് സ്പീക്കിംഗ്, ഒരു സ്കൂൾ സ്റ്റുഡൻ്റ് ആണെങ്കിലും ശരി, കോളേജ് സ്റ്റുഡൻ്റ് ആണെങ്കിലും ശരി, അസംബ്ലിയിൽ എന്തെങ്കിലും സംസാരിക്കണം, സ്റ്റേജിൽ 4 വാക്ക് സംസാരിക്കണം. അതുപോലെ ജോലി കിട്ടിയ പിന്നീട് ചില മീറ്റിങ്സ് എല്ലാം നടത്തണം. അതായത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലെന്ന് പറയുന്നത് വളരെ ആവശ്യമുള്ള ഒരു കാലഘട്ടമാണ് ഇത്. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ശരിയാക്കണമെങ്കിൽ നമ്മളുടെ വിശുദ്ധി ചക്ര, അതായത് ഈ തൊണ്ടക്കുഴി ഇവിടെ ഉള്ള ഒരു ചക്ര, വിശുദ്ധി ചക്ര എന്ന് പറയും, ആ ചക്ര ശരിക്കും പ്രവർത്തിക്കാത്ത കൊണ്ടാണ് ഈ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന പ്രോബ്ലങ്ങൾ ഉണ്ടാകുന്നത്. അടുത്ത മാസം ഞാൻ ചക്ര ഹീലിംഗിന് ഒരു 10 ദിവസത്തെ ഓൺലൈൻ ക്ലാസ് നടത്താൻ പോവുകയാണ്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം പ്ലാൻ ചെയ്യുന്നത്. അതിനു മുമ്പേ ചക്രാസിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ചാനലിൽ പ്ലേലിസ്റ്റിൽ പോയിട്ട് പ്രാണിക് ബോഡി ആൻഡ് 7 ചക്രാസിന് 8 വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അത് കാണുക. അങ്ങനെ അല്ലെങ്കിൽ ഇവിടെ താഴെ തന്നിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് വിശുദ്ധി ചക്രയെക്കുറിച്ച് മാത്രമെങ്കിലും പഠിച്ച് പല പ്രാവശ്യം അത് കേട്ട് പോയിൻറ്റ്സൊക്കെ നോട്ട് ചെയ്ത് വെച്ചാൽ അടുത്ത മാസം നിങ്ങളുടെ ചക്ര ഹീലിംഗ് ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ അത് നിങ്ങൾക്ക് ഒരുപാട് ഫലപ്രദമായിട്ടിരിക്കും.